ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വേഴ്സറ്റൈൽ ജ്വല്ലറി. തേനിപ്പാലത്ത് പുതുതായി നിർമ്മിച്ച പോലീസ് സ്റ്റേഷന്റെ കെട്ടിടം മാർച്ച് 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 2.76 കോടി രൂപ ചിലവഴിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് സമീപത്തായാണ് പുതിയ കെട്ടിടം. കാലിക്കറ്റ് സർവകലാശാല അനുവദിച്ച 50 സെന്റ് സ്ഥലത്ത് സർക്കാർ 2 ഘട്ടങ്ങളിലായി 2.76 കോടി രൂപ വകയിരുത്തി 6.700 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മാർച്ച് 1 വൈകിട്ട് 4 മണിക്ക് ഓൺലൈനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ഇതോടനുബന്ധിച്ച് ബാൻഡ് വാദ്യങ്ങളും കലാപരിപാടികളും ഉൾപ്പെടെയുള്ള ജനകീയ ഘോഷയാത്ര സംഘടിപ്പിക്കും. തുടർന്ന് നടക്കുന്ന സംഗമത്തിൽ പി അബ്ദുൽ ഹമീദ് MLA അധ്യക്ഷനാകും. പുതിയ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ പി അബ്ദുൽ ഹമീദ് MLA അധ്യക്ഷനായി. 2,76,00,000 ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അതിലെല്ലാ സിവിൽ വർക്കുണ്ട്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഫർണിച്ചർ, ഇതിൻ്റെ ഒക്കെ മൊത്തതാണ്. അപ്പോൾ ഇത് പഴയ പോലീസ് സ്റ്റേഷനല്ലേ, ഇപ്പോഴൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഒരു AI കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ആധുനിക രീതിയിലുള്ള പോലീസിങ്, ആ സംവിധാനം, പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള സംവിധാനം, അതിനാവശ്യമായിട്ട് സംവിധാനങ്ങളൊക്കെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വേണം. ആ നിലയിലാണ് നമ്മുടെ ഈ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അത് ഏതായിരുന്നാലും ഒരു സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് ആശ്വസിക്കാം. കൊണ്ടോട്ടി DYSP PK സന്തോഷ്, തേനിപ്പാലം SHO ജീവൻ ജോർജ്, പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K കലാം, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PC ലത്തീഫ്, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PC ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.